നീ എന്നെ പറ്റിക്കാൻ നോക്കുകയല്ലേടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതെ, സുഖായിരിക്കുന്നു. നന്നായി പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയാ. നീ എങ്ങനെ ഇരിക്കുന്നു? അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അതെ, ശരി ശരി. എന്നാ അങ്ങനെ ചെയ്യാം. കെമിസ്ട്രി പഠിപ്പിച്ചില്ലേ? അതിനകത്ത് എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. എന്റെ ഡൗട്ട് ഒന്നും ഒരുപാട് ക്ലിയർ ആയില്ല മാഡം. ശരി, ഞാൻ പറഞ്ഞു തരാം. ചെയ്യുക മാഡം, ക്ലിയർ ചെയ്തോടൂ. ടീച്ചർ, എന്റെ അമ്മ ഇന്നലെ പറയുക നീ ഇനി പഠിക്കാൻ പോകണ്ടെന്ന് പറയാ ടീച്ചർ. ജോലിക്ക് പോകാൻ പറയുന്നു ടീച്ചർ. നിങ്ങൾ വേണം അമ്മേന്റെ അടുത്ത് പറയാനായിട്ട്. നിങ്ങൾ വേണം എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ. പ്രോമിസ്. കുറെ നേരമായില്ലേ സംസാരിച്ചിരിക്കുന്നു. ഇനി മോര് കുടിക്കാം. നിങ്ങൾ ആദ്യം കുടിക്കൂ ടീച്ചർ. മമ്മി, അത് പിന്നെ അങ്കിൾ ഫോണിൽ എന്താ പറഞ്ഞേ? വേറെ എന്തു പറയാനാ, നിന്നെ പറ്റി തന്നെയാ പറഞ്ഞ്. നീ നന്നായി പഠിക്കുന്നുണ്ടോന്ന് അറിയാനാ വിളിച്ച്. എനിക്ക് ഇതുവരെ പൈസ അയച്ചു തന്നില്ലല്ലോ. പിന്നെ അയക്കാടാ, ആദ്യം മോര് കുടിക്ക്. കൊറേ പൈസ അയക്കാൻ പറ മമ്മി. ശരി, നീ നന്നായിട്ട് പഠിക്കണേ. അതാ ഞങ്ങൾക്ക് വേണ്ടത്. ഞാനിപ്പോ എന്താ ചെയ്യുന്ന മമ്മി? ഞാൻ എടുത്തോളാം. മമ്മി എടുക്ക്. നിങ്ങളും എടുത്തോളൂ ഒന്ന്. നിങ്ങളും എടുക്ക്. മോരെടുത്ത് കുടിക്കുന്നേ. മമ്മി പൈസ അയച്ചു തരുമല്ലോ അല്ലേ? തീർച്ചയായും അയച്ചു തരാടാ, നീ വിഷമിക്കണ്ട. നിനക്കല്ലാതെ ആർക്ക് കൊടുക്കാനാ? മമ്മി, ഇതുവരെ എനിക്ക് മെസ്സേജ് വന്നില്ലല്ലോ മമ്മി. അയക്കാതെ എങ്ങനെ വരാനാ? അയച്ചാ ഉടനെ വരും. മമ്മി, എനിക്ക് ഒരുപാട് അർജന്റാ മമ്മി. ഉടനെ വന്ന് എനിക്ക് അയച്ചു തരാം. ശരി ശരി, വാ. വാ. നീ എന്റെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കിയല്ലേ? നിന്റെ ജീവിതം ഞാൻ ഇതോടെ അവസാനിപ്പിക്കാൻ പോവാ. ഇപ്പൊ നിന്നെ എടുത്തോണ്ട് പോയി വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയാ എന്റെ ജോലി തീർന്നു. മമ്മി അങ്ങനെ പൈസ അയച്ചു തന്നല്ലോ. മാഡം, മാഡം എന്താ പറ്റിയേ? ഞാൻ അവളെ കൊന്നതാ. കൊന്നു കളഞ്ഞെന്നോ? കൊന്നു. മാഡം, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ടീച്ചർ അത്ര നല്ലവളൊന്നുമല്ല. ഒരു കാലത്തിന്റെ ജീവിതം നശിപ്പിച്ചവളാണ് ഇവള്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവളെ കൊന്നത്. എന്തായാലും എന്നെ കൊണ്ട് നിനക്കൊരു നല്ല അച്ഛനാവാൻ പറ്റില്ല, നല്ലൊരു സുഹൃത്താവാനും പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്നെ കൊണ്ട് പറ്റിയ ഈ ഒരു സഹായമെങ്കിലും ഞാൻ ചെയ്യണം. ഇനി നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. അത് തന്നെയല്ലേ നിനക്കും വേണ്ടത്. ഇപ്പൊ ഇവളെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിൽ പോവും. നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. നിങ്ങളുടെ സന്തോഷമാണല്ലോ എനിക്ക് വലുത്. ഇവളെ കൊന്ന് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടാ പോകുന്നേ? പോലീസ് സ്റ്റേഷൻ. മമ്മി, ഇങ്ങോട്ടൊന്ന് വരുവോ? മമ്മി, എനിക്ക് കോഫി. ഇന്നാ അങ്കിളിന്റെ ശല്യം ചെയ്യല്ലേ. ഈ പാല് കുടിച്ച് പോയി പഠിക്ക്. ഓക്കേ. ഈ ഗിഫ്റ്റ് നന്നായിട്ടുണ്ടല്ലോ. മമ്മി, അങ്കിൾ മേടിച്ചോണ്ട് വന്നല്ലേ? നിങ്ങൾ ഒരിക്കലും കരയരുത് മമ്മി, കരയരുത് കേട്ടോ. നിങ്ങൾ കരയുവാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നീ കളിച്ചതൊക്കെ മതിയടാ. നീ ആദ്യം അകത്ത് പോയി പഠിക്കാൻ നോക്ക്. മനസ്സിലായോ? ശരിക്ക് പഠിക്കണം. ശരി ശരി, പോ. അകത്തേക്ക് പോടാ. ആദ്യം പാല് കുടിക്ക്, പിന്നീട് കളിക്കാം. ഇപ്പൊ എന്താ ചെയ്യാ? അവൾ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ തീരൂ. അവൾക്ക് മറ്റൊരു കല്യാണം കൂടി നടത്തി അവളെ സന്തോഷിപ്പിക്കണം. അതിന് അവളുടെ മകൻ സമ്മതിക്കുമെന്നറിയില്ലല്ലോ.
അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് അവന്റെ അമ്മയെ വീണ്ടും കല്യാണം കഴിപ്പിക്കണം. എന്ത് പറ്റി അങ്കിൾ? ഉം. ഇതുവരെ ഉറങ്ങാതെ ഇങ്ങനെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ലടാ, നിന്റെ അമ്മയെ പറ്റി ചിന്തിച്ചായിരുന്നു. ഇരുന്ന് സംസാരിക്കാം അങ്കിൾ. എന്ത് പറ്റി അങ്കിൾ? ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നില്ലടാ. ഭയങ്കര ചൂടുള്ളതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ലടാ, നിന്നെ കാണുമ്പോഴൊക്കെ എനിക്കൊരു വിഷമം. എന്നെ ഓർത്ത് വിഷമിക്കുവാണെന്നോ? എന്തിനാ അങ്ങനെ പറയുന്നേ? നിന്റെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ടാ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്. എന്താ പറയുന്നേ? അതേടാ, എന്തിനാ ഇങ്ങനെ പറയുന്നേ? അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് മറ്റൊരു കല്യാണം കൂടി നടത്താമെന്ന് വിചാരിക്കുന്നു. അതിന് നീ സമ്മതിക്കണം. കല്യാണോ? അമ്മയ്ക്കോ? അപ്പൊ അമ്മ സന്തോഷമായിട്ട് ഇരിക്കുവോ? ഉറപ്പായിട്ടും സന്തോഷാവും. അവൾ ഈ വിഷമത്തെ പറ്റിയൊക്കെ മറക്കണമെങ്കിൽ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെയാണോ? അമ്മയ്ക്ക് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതം അതിന്. ആ. ശരിയടാ, നീ വളരെ നല്ല പയ്യനാ. ആ ശരിയടാ, ആ ഞാൻ ശരി. പോയി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യട്ടെ. ആ അമ്മ സന്തോഷമായിട്ടിരിക്കുവാണെങ്കിൽ ഓക്കെ. അവരെവിടെ ആണെങ്കിലും സന്തോഷമായിട്ടിരിക്കണം. അമ്മ എൻ്റെ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അമ്മ നന്നായിട്ടിരുന്നാൽ മാത്രം മതി. പെങ്ങളെ, വരൂ ചേട്ടാ. ഇത് നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കോ? ഉം. അത് വേറൊന്നുമല്ല, നമ്മുടെ പ്രവീണിനെ അറിയില്ലേ നിനക്ക്? ആ അറിയാം. അവൻ കള്ളുകുടിക്ക് അടിമയാണ്. അവന്റെ കാമുകി അവനെ പറ്റിച്ചതു മുതൽ അവൻ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ജീവിതത്തിലൊരു മാറ്റം വേണം. നീയും ഈ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്ത് കടക്കണം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം. നിങ്ങൾ എന്താ ഈ പറയുന്നു ചേട്ടാ? എനിക്കൊരു മകനില്ലേ? അവൻ എന്താ വിചാരിക്കുക? മാത്രമല്ല എന്റെ ഭർത്താവ് മരിച്ച 1 മാസേ ആയിട്ടുള്ളൂ. നിന്റെ മോൻ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നത് തന്നെ. ഇനി നീയും കൂടി ഓക്കെ പറഞ്ഞാൽ മതി. ഞാൻ സമ്മതിച്ചാ മതിയോ? അദ്ദേഹം ഓക്കെ പറയണ്ടേ? അവനും ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഓക്കെയാണ്. ഓക്കെ ഡി മോളെ, താങ്ക് യു. നീ സന്തോഷമായിട്ടിരിക്കും. ഉം.